ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. എന്താണ് യോഗ? എന്താണ് യോഗയുടെ പ്രാധാന്യം? നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ നിന്നും ഉടലെടുത്ത ഒരു മരുന്നാണ് യോഗ. ഇന്ന് ഭാരതം മൊത്തം പ്രചരിപ്പിച്ച് അത് ലോകം മൊത്തം ലോകം മൊത്തം എത്തിയ ഒരു മരുന്നാണ് യോഗ. ഇന്ന് വിദേശ രാജ്യങ്ങളിലെല്ലാം നിത്യജീവിതത്തിന്റെ ഭാഗമാണ് യോഗ. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ സ്കൂളുകളിലെല്ലാം യോഗ ഇല്ലാതെ ഒരു പീരീഡ് പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല. എന്നും ഒരു പീരീഡ് യോഗയ്ക്ക് വേണ്ടി മാറ്റിവെക്കും. പക്ഷെ നമ്മുടെ ഈ ഭാരതം യോഗയെ മറന്നുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ മറന്നു യോഗയെ. അത് കാരണം നമുക്ക് പല അസുഖങ്ങൾ വന്നു, നമുക്ക് മാനസികമായ പല ബുദ്ധിമുട്ടുകളും വന്നു, നമുക്ക് പല ഓർമ്മക്കുറവുകളും മാനസിക ബുദ്ധിമുട്ടുകളും ശാരീരികമായ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ യോഗയിലോട്ട് തിരിച്ചു പോകണം. നമ്മൾ എന്നും ഡെയിലി നിത്യജീവിതത്തിൻ്റെ ഭാഗം യോഗയാക്കണം. നമ്മൾ ഒരു മണിക്കൂർ ഒരു മണിക്കൂറോ അരമണിക്കൂറോ എങ്കിലും യോഗ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തണം. അത് രാവിലെയോ വൈകുന്നേരമോ. അങ്ങനെ യോഗയിലൂടെ നമ്മൾ ജീവിതം മുന്നേറണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് പല അസുഖങ്ങളിൽ നിന്നും നമ്മൾക്ക് മോചനം നേടാൻ സാധിക്കത്തുള്ളൂ. വിദേശ രാജ്യങ്ങളിലെല്ലാം സ്കൂളുകളിൽ അവർ യോഗ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഫാമിലിയിലും യോഗ പഠിപ്പിക്കുന്നുണ്ട് പല ആൾക്കാരും. ഇന്ന് അവരെല്ലാം യോഗയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളിൽ നിന്ന് പോയ ആ സംസ്കാരം മറ്റുള്ളവർ തിരഞ്ഞു പിടിച്ച് അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ നമ്മൾ ആ യോഗ എന്ന് പറയുന്നത് അതിനെ മറന്ന് പാശ്ചാത്യ സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു. അത് കാരണം നമ്മൾക്ക് പല അസുഖങ്ങളും അസ്വസ്ഥതകളും നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കുന്നു. അത് കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ യോഗ ഒരു ഭാഗമാക്കണം. നമ്മുടെ സ്കൂളുകളിലെല്ലാം യോഗ ഒരു പീരീഡ് യോഗയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തി ചെയ്യണം. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 75 വയസ്സുണ്ട്. അദ്ദേഹത്തിന്റെ നിത്യജീവിതത്തിൽ യോഗ ഒരു ഭാഗമാക്കുന്നുണ്ട്. അത് കാരണം അദ്ദേഹത്തിന് നല്ല തേജസ്, നല്ല ബുദ്ധി, നല്ല ഓർമ്മശക്തി, നല്ല മാനസിക പവറ്, നല്ല ശാരീരികമായ നല്ല പവറെല്ലാം അദ്ദേഹത്തിന് ഉണ്ടാകുന്നതിനുള്ള മെയിൻ കാരണം അദ്ദേഹം നിത്യജീവിതത്തിൽ യോഗ ഒരു ഭാഗമാക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഭാരതീയരും നമ്മൾ ഇന്ത്യക്കാരും നമ്മുടെ നിത്യജീവിതത്തിൽ യോഗ ഒരു ഭാഗമാക്കണം. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് യോഗ സ്കൂളുകളിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും യോഗയ്ക്ക് വേണ്ടി ഒരു പീരീഡ് കൊണ്ടുവരണം. അതിനുവേണ്ടി സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ സമൂഹം യോഗയിലൂടെ മുന്നേറി നമ്മൾ നല്ല ദൃഢതയുള്ള, നല്ല ശക്തിയുള്ള, നല്ല ശക്തിയും ബുദ്ധിയും ഉണർവുള്ള ഒരു തലമുറയായി മാറട്ടെ. ലഹരിയിൽ നിന്നും അതുപോലെ തന്നെ മൊബൈൽ അഡീഷനിൽ നിന്നെല്ലാം നമ്മുടെ തലമുറ അത് മറന്നുകൊണ്ട് അത് മൊബൈൽ ഉപയോഗമെല്ലാം കുറച്ചുകൊണ്ട് യോഗയിലൂടെ മുന്നേറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.